നമസ്തേ. സന്ദേശമാല കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. വാക്കുകൾ അഗ്നിയാണ്, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുമാണ്. കേൾക്കുന്നവരുടെ ഉള്ളം കവരുന്ന വിധത്തിൽ ഹൃദ്യമായിരിക്കണം നമ്മുടെ വാക്കുകൾ. കൂടെ നിൽക്കുന്നവർ വിട്ടുപോകാതെ എപ്പോഴും സഖ്യത്തിൽ കഴിയുവാനുള്ള പ്രേരണ നൽകുന്നതായിരിക്കണം നാം പറയുന്ന ഓരോ വാക്കുകളും. മാത്രവുമല്ല, എന്തെങ്കിലും ശത്രുതയാൽ അകന്നു നിൽക്കുന്ന ദൂരദേശത്തുള്ളവർക്ക് കൂടിയും നമ്മിലേക്ക് അടുക്കാൻ കഴിയണം. അങ്ങനെയുള്ള വാക്കിനെ സഫലമായ വാക്ക് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. കേൾക്കുന്നവർക്കെല്ലാം ഹിതകരമായ വാക്കുകൾ പറയാൻ ഓരോരുത്തർക്കും കഴിയണം. ഇന്ന് പലരുടെയും വാക്കുകൾ അശ്രദ്ധമായി തൊടുത്തുവിടുന്നതാണ്. ആർക്കൊക്കെ എവിടെയൊക്കെ കൊള്ളുന്നു എന്ന് ചിന്തിക്കാറേയില്ല. ഒരു കുടുംബം തകർക്കാൻ ഒരു വാക്ക് മതി. അതുപോലെ നമ്മുടെ വായിൽ നിന്ന് വന്ന ഒരു വാക്കുകൊണ്ട് ഒരുവനെ ആത്മഹത്യ ചെയ്യാനും ആത്മഹത്യക്ക് തുനിഞ്ഞവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഒരു വാക്ക് മതി. വാക്കുകൾക്ക് അത്ര ശക്തിയുണ്ട്. അതുകൊണ്ടാണല്ലോ വാക്കുകൾ അഗ്നിയാണ് എന്ന് സൂചിപ്പിച്ചത്. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുമാണ്. വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മധുരതരമായിരിക്കണം. കേൾക്കുന്നവനും പറയുന്നവനും ആ മധുരം നുണയാൻ കഴിയണം. അതിന് വായിൽ നാക്ക് നന്നാവണം. ഒരാൾക്ക് സമയദോഷമാണ് എന്ന് പറഞ്ഞപ്പോൾ മറ്റേ ആൾ പറഞ്ഞു കൊടുത്തു, എല്ലാം ശരിയാവും, നിങ്ങളൊരു 4 ആൾക്ക് ഭക്ഷണം കൊടുക്കുക. അന്നദാനം മഹാദാനം എന്നാണല്ലോ, അത് കേട്ടിട്ടില്ലേ? എന്നായിക്കോട്ടെ, അങ്ങനെ ചെയ്യാം. ഇദ്ദേഹം വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞു, ഞാനൊരു 4 ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കണം, നീ അത് ഉണ്ടാക്കിക്കോളും. ഇദ്ദേഹം പുറത്തേക്ക് പോയി 4 ആളെ തിരഞ്ഞു. അവിടെ ആൽത്തറക്കൽ 4 പേര് ഇരുന്ന് കളിക്കുന്നു. അവരടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ആഹാരം ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിലാണ്, എല്ലാവരും നിങ്ങൾ 4 പേരും അങ്ങോട്ട് വരണം. ഇത് കേട്ടപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, നിങ്ങളിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഉടനെ കുട്ടപ്പൻ നായർ, എനിക്ക് സൗകര്യം ഉണ്ടേ വന്നാൽ മതി. ഓഹോ, സൗകര്യം ഉണ്ടേ വന്നാൽ മതി എന്നാണ്. എന്നാൽ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ അവനങ്ങോട്ട് പോയി. ഉടനെ മറ്റുള്ള 3 പേര് പറഞ്ഞു, ഏതായാലും കുട്ടപ്പൻ നായർ വിളിച്ചതല്ലേ, നമുക്ക് പോകാം എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ വന്നോളാം പറഞ്ഞു. ശരി, സമയമാകുമ്പോൾ അങ്ങോട്ട് എത്തണമെന്നും പറഞ്ഞ് അദ്ദേഹം പോയി. 3 പേര് അങ്ങോട്ട് നടന്ന് ചെല്ലുക. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളൊരു സ്വാഗതം പറയല്ലോ. അവരിങ്ങനെ നടന്ന് വരുന്നത് കണ്ടപ്പോൾ കുട്ടപ്പൻ നായർ, വരണ്ടോ വന്നില്ലല്ലേ, വരണ്ടോ വന്നില്ലല്ലേ എന്ന്. അപ്പോൾ ഇവരാരും വരേണ്ടവരായിരുന്നില്ലേ? ഒരുത്തനെ അങ്ങോട്ട് ദേഷ്യം പിടിച്ചു ആ 3 ആളിൽ. അത് ശരി, ആ പോയവനെയാണ് നിങ്ങൾക്ക് ആവശ്യം, ഞങ്ങളെ ആയിരുന്നില്ലല്ലേ, എനിക്ക് നിങ്ങളെ ചോറോട്ട്. അവനും പോയി. ഇവർ 2 ആൾ പറഞ്ഞു, ആ നമുക്ക് പോവാം. 2 പേര് വരിക. കയറിയിരുന്നു. സൈലയിൽ ഇങ്ങനെ ഉമർത്തിരിക്കുക. അപ്പോൾ കുട്ടപ്പൻ നായർ, എന്താ ചെയ്യുക, പോണ്ടോനല്ല പോയത്, പോണ്ടോനല്ല പോയത്. ഈ 2 പേരും മുഖത്തോട് വന്ന് നോക്കി, പോണ്ടോനല്ല പോയതോ? അപ്പോൾ ഞങ്ങളായിരുന്നോ പോണ്ടിയിരുന്നത്? ഒരുത്തൻ എണീറ്റ് അവനും പോയി. എനിക്ക് നിങ്ങളുടെ ചോറ് വേണ്ട, അവനും പോയി. ഇപ്പോൾ ഒരാളേ ഉള്ളൂ. കുട്ടപ്പൻ നായർ
ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, വാസ്തവത്തിൽ ഞാൻ ഇവരൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതേ അല്ല. അത് ശരി, അപ്പം നിങ്ങൾ ഇവരൊന്നും ഉദ്ദേശിച്ചേ പറഞ്ഞതല്ലേ? അപ്പോൾ എന്നെക്കുറിച്ചായിരുന്നോ പറഞ്ഞിരുന്നത്? എനിക്ക് നിങ്ങളെ ഭക്ഷണം വേണ്ടെന്ന് അവനും പോയി. 4 ആളെ ആഹാരം കഴിക്കാൻ വിളിച്ചതാണ്. ഇപ്പം എന്താ ഉണ്ടായത്? 4 ആൾ പോയി. എന്തുകൊണ്ട് പോയി? വായിൽ നാക്ക് അത്ര മോശമായതുകൊണ്ട്. ആഹാരത്തിന് ക്ഷണിച്ചാൽ ഇങ്ങനെയാണോ നമ്മൾ ക്ഷണിക്കേണ്ടത്? വരുന്നവരോട് പറയേണ്ട വാക്കുകൾ ഇങ്ങനെയാണോ? ഇതിനെയാണ് വായിൽ നാക്ക് നന്നാവണമെന്ന് പറയുന്നത്. ഓരോ വ്യക്തിയുടെയും വായിൽ നാക്ക് നന്നാവണം. കുടുംബത്തിൽ ഭാര്യയോട് സംസാരിക്കുമ്പോൾ, ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, മക്കളോട് സംസാരിക്കുമ്പോൾ, അയൽക്കാരോട് സംസാരിക്കുമ്പോൾ ഒക്കെ ഒരു നിമിഷം ചിന്തിക്കുക, ഞാൻ പറയുന്ന ഈ വാക്ക് ഹിതകരമാകുമോ? ആ ഒരു ചിന്ത എപ്പോഴും നല്ലതാണ് എന്ന് പറയുന്നു. വെറുതെ ഒന്നാലോചിച്ചോളൂ.